ഞാൻ എങ്ങനെയാണ് അയിലക്കറി ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇവിടെ കുറച്ച് അയില കിട്ടിയിട്ടുണ്ട്. അത് നന്നായിട്ട് വൃത്തിയായി കഴുകി അതിലേക്ക് ഉപ്പും മഞ്ഞളും ചേർത്തിട്ടൊന്ന് മാറ്റി വെക്കുന്നുണ്ട്. ഇനി നമുക്ക് അരപ്പ് തയ്യാറാക്കാനായിട്ട് 1 കപ്പ് തേങ്ങ ചിരകിയതിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള തക്കാളിയും 2 പച്ചമുളകും ചെറിയ കഷ്ണം ഇഞ്ചിയും ചേർത്തിട്ടുണ്ട്. ഇനി പൊടികളായിട്ട് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മുളകിൻ്റെ പൊടിയും പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുക്കുകയാണ് കേട്ടോ. ഇതിലേക്ക് ഞാൻ വെളുത്തുള്ളി ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഇത് ഞാൻ നന്നായിട്ട് അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ അരപ്പ് നേരെ നമ്മുടെ അയിലയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ ഒരു ചെറിയ സവാള കൂടി കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് മതി കേട്ടോ. ഇനി ആവശ്യത്തിന് കറിവേപ്പിലയും വെള്ളവും ചേർത്ത് ഇതിന് പാകത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നേരെ തിളപ്പിക്കാനായിട്ട് അടുപ്പിലേക്ക് വെക്കാം. ഇതൊന്ന് തിളച്ച് വരുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് കുടംപുളി ചേർത്ത് കൊടുക്കാം കേട്ടോ. നിങ്ങൾ ഏത് പുളിയാണോ ചേർക്കുന്നത് അതിനനുസരിച്ച് ചേർക്കാം. അപ്പം ഞാനിവിടെ കുടംപുളിയാണ് കേട്ടോ ചേർക്കുന്നത്. അപ്പോൾ ഒരു 3 പീസ് ചെറിയ കുടംപുളിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എഗെയിൻ ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് വെളിച്ചെണ്ണയും ചെറിയുള്ളിയും കറിവേപ്പിലയും കൂടെ ഒന്ന് താളിച്ചൊഴിച്ച് കൊടുക്കുക. അപ്പോൾ നമ്മുടെ അയലക്കറി ഇവിടെ റെഡിയാണ് കേട്ടോ. ഈ രീതിയിലാണോ നിങ്ങളും അയലക്കറി ഉണ്ടാക്കുന്നത്? ജസ്റ്റ് കമൻറ്റ് ചെയ്യണേ. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് ഉടനെ വരാം.